നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു ടച്ചിങ്സ് ആയിട്ടോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സോസേജിൻ്റെ ഒരു റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഒരു സോസ് പാനിൽ ആദ്യം തന്നെ കെറ്റിലിൽ നല്ല തിളപ്പിച്ച വെള്ളമാണിത്, ചൂടുവെള്ളമാണ്. ഇതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഫ്രോസൺ സോസേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സോസേജ് എപ്പോഴും ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചിട്ട് നമ്മൾ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് അധികം എണ്ണയിൽ ഒത്തിരി സമയവും ഒത്തിരി എണ്ണയിലും വഴറ്റേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ സോസേജ് എന്ത് തയ്യാറാക്കുമ്പോഴാണെങ്കിലും ആദ്യം ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചിട്ട് എടുക്കാറ്. ഇതിങ്ങനെ മുകളിലോട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, അപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. ചൂടായതുകൊണ്ട് ഒരു ടോങ് വെച്ചിങ്ങനെ പിടിച്ചിട്ട് നമുക്കിങ്ങനെ ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. നമ്മൾ സോസേജ് ചൂടുവെള്ളത്തിലിട്ടൊന്ന് വേവിച്ചിട്ട് അത് മുഴുവനും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി പാത്രം ചൂടാകുമ്പം കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി നമ്മൾ തൊലി കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇത് ചേർക്കാം. വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച സോസേജ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാബീൻ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി കെച്ചപ്പും നമുക്ക് ചേർക്കണം, ഒരു ടേബിൾ സ്പൂൺ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ചുമന്നുള്ളിയാണ്, സവോള എടുത്താലും മതി. ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ക്യാപ്സിക്കം കുരുവൊക്കെ കളഞ്ഞ് കനം കുറച്ച് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്, ഇതും ചേർക്കാം. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം ഒന്ന് വിതറി കൊടുക്കാം. സോസേജിന് ഉപ്പുണ്ട്, അതുപോലെ സോയാബീൻ സോസിനും ടൊമാറ്റോ കെച്ചപ്പിനും ഒക്കെ ഉപ്പുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ കൊടുത്താൽ മതി. എനിക്ക് കുറച്ചുകൂടി വേണമെന്ന് തോന്നി, ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് ഇതൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് നമുക്ക് തീ നിർത്താം. ഇപ്പോൾ ഒരു പാർട്ടിക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഒത്തിരി സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പം ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. ഒത്തിരി സമയവും കൺസ്യൂം ചെയ്യാതെ നമുക്ക് എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു സ്റ്റാർട്ടറാണിത്. ഈവൻ ബോൺലെസ് ചിക്കൻ വെച്ചിട്ടും ചിക്കൻ ആദ്യം വേവിച്ചിട്ടും നമുക്കിതുപോലെ തന്നെ വേണമെങ്കിൽ സോസേജിന് പകരം ബോൺലെസ് ചിക്കൻ ഉപയോഗിച്ചും നമുക്ക് ഈ സ്റ്റാർട്ടർ തയ്യാറാക്കാം. നമ്മുടെ സ്റ്റാർട്ടർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ നിർത്താം. നമുക്കിനി ഒരു സെർവിങ് ഡിഷിലോട്ട് ഇത് പകർത്താം. നമ്മളിന്ന് തയ്യാറാക്കിയത് സ്റ്റാർട്ടറൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സോസേജിൻ്റെ ഡിഷാണ്. ഇത് വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ഒത്തിരി സമയവും വേണ്ട. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.